ഒരു തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് അല്പനേരം നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 11-ാം അധ്യായം 26-ാമത് വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 11:26. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും നമുക്ക് പരിചിതവുമായ ഒരു തിരുവചന സത്യം ഒരിക്കൽ കൂടി വായിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആദ്യം അന്ത്യോക്യയിൽ വച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ലോകജനസംഖ്യയുടെ ഗണ്യമായ അളവിലുള്ളത് ഏതെങ്കിലും പേരിലെ ക്രൈസ്തവരാണ്. അതിൽ രക്ഷാനുഭവം ഇല്ലാത്തവരുണ്ട്. ശരിയായി യേശുവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന ദൈവമക്കളുണ്ട്. പക്ഷെ ക്രിസ്ത്യാനി എന്ന പേരിനാൽ പൊതുവെ വിവക്ഷിക്കപ്പെടുന്നവരുടെ അംഗസംഖ്യ ഏറ്റവും വലുതാണ്. പക്ഷെ 2025 ആ സ്ഥിതിക്ക് മാറ്റം വരുമെന്നും തലസ്ഥാനത്തേക്ക് ഇസ്ലാം മതം ലോകത്തിലെ ഏറ്റവും വലിയ അംഗസംഖ്യയുള്ള മതമായി മാറുമെന്നും പുതിയ നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നു. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ബർത്ത് റേറ്റാണ്. അതുകൂടിയുണ്ട്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ 2 കുട്ടികളാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. എനിക്കൊക്കെ 3 മക്കളുണ്ട്. അപൂർവം ചിലർക്കാണ് 3 മക്കളുണ്ട് എന്ന് പറയുന്നത് എന്തോ ഒരു കുറവ് പോലെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്കിനിയും മക്കൾ വേണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ബർത്ത് റേറ്റ് നമ്മുടെ കുറവ്, മിഷൻ വർക്കും കാര്യക്ഷമതയില്ലാത്ത ഒരു നിലയിലേക്ക് നമ്മളെത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ളതൊരു ഓർഗാനിക് ഗ്രോത്താണ്, മറിച്ചൊരു റാപ്പിഡ് ഗ്രോത്ത് പൊതുവെ നമുക്കിടയിലില്ല എന്നത് സ്വയം വിമർശനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് അംഗസംഖ്യയും കൂടുതലാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ലോകത്ത് തന്നെ ഏറ്റവും അധികം പെട്രോളിയം ഉൽപ്പന്നങ്ങളും വീറ്റ്, ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഇസ്ലാമിക് രാജ്യങ്ങളാണ്. പക്ഷെ അവ കൂടുതൽ ഉപയോഗിക്കുന്നതും അവർ തന്നെയാണ്. കാരണം ബർത്ത് റേറ്റ്. കാര്യം ഇതൊക്കെയാണെങ്കിലും ക്രിസ്ത്യാനി അഥവാ ക്രിസ്ത്യൻ ആ പേരാണ് ലോകത്ത് ഏറ്റവും അധികം ഇന്ന് വരെ അംഗസംഖ്യയിൽ മികച്ചു നിൽക്കുന്നത്. പക്ഷേ ഈ പേര് ബൈബിളിൽ 3 തവണയേ ഉള്ളൂ. 3 തവണ. ആ റെഫറൻസ് കൂടി ഞാൻ പറയാം. ക്രിസ്ത്യാനി എന്ന പദം ബൈബിളിൽ ആദ്യം കാണുന്നത് ഇപ്പോൾ വായിച്ച അപ്പോസ്തലപ്രവൃത്തി 11:26. രണ്ടാമത് ഈ പദം കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 26:28. മൂന്നാമത് ഈ പദം കാണുന്നത് 1 പത്രോസ് 4:16. ഈ 3 ഈ പരാമർശം. ആ പരാമർശത്തിൻ്റെ വിശേഷതയും ഞാൻ പറയാം. ആദ്യം കണ്ടു അന്ത്യോക്യയിൽ വച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അടുത്ത കാണുന്നത് ഒരു കോടതി മുറിയാണ്. ആ കോടതി മുറിയിൽ പൗലോസ്ലീഹയ്ക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി. പ്രത്യാശയെക്കുറിച്ചുള്ള ന്യായവാദം. അത് കഴിയുന്ന വേളയിൽ വിധി പ്രസ്താവിക്കേണ്ട മജിസ്ട്രേറ്റ് പൗലോസിനോട് പറയാണ്, നീ എന്നെ ക്രിസ്ത്യാനിയാകുവാൻ സമ്മതിപ്പിക്കുന്നു. മൂന്നാമത് ഈ പദം ഉപയോഗിക്കുന്നത് യേശു കർത്താവിൻ്റെ അരുമശിഷ്യനായ പത്രോസാണ്. ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട്
ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. 3 കാര്യങ്ങൾ ഞാൻ ഈ വചനങ്ങളിലൂടെ പറയാം. ഒന്ന്, നമുക്കൊരാവിർഭാവ ചരിത്രമുണ്ട്. 2, നമുക്കൊരു പ്രതിവാദമുണ്ട്, അല്ലെങ്കിൽ മിഷനുണ്ട്, ദൗത്യമുണ്ട്. 3, നമുക്കൊരനുഭവമുണ്ട്. ഇതില്ലാത്ത ഒരാൾക്ക് ദൈവമകനായിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സാർ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ നിത്യതയെക്കുറിച്ചുള്ളൊരു പ്രത്യാശയും ആ മഹാദൈവത്തെ ആരാധിക്കാനുള്ള വ്യഗ്രതയും അതിനപ്പുറത്തുള്ള ഒരജണ്ടകളും ഇന്ന് പകൽ ഇവിടെ പ്രസക്തമായിരിക്കുന്നില്ല. നമുക്ക് ഹൃദയങ്ങളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ ഏകാഗ്രപ്പെടുത്തി വചനത്തെ കേൾക്കാൻ പ്രാർത്ഥനയോടായിരിക്കാം. സന്തോഷമാണോ? എനിക്കൊന്നും എന്നെ കാണാൻ വയ്യാത്ത ഒരു പ്രശ്നമുണ്ട്. ഞാനും ഇവിടെ നിൽക്കുമ്പോൾ ഒരു മൊബൈൽ മോർച്ചറി പോലൊക്കെ എനിക്ക് തോന്നുന്നു. പേടിയും ചെറുതായിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യുക, നമ്മുടെ ശരീര ഭൂമിശാസ്ത്രം ഇങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മുടെ അളവിൽ എങ്ങും ഇങ്ങനൊരു പുൽപ്പിറ്റില്ല. ഇതിവിടെ മാത്രമല്ല. അതുകൊണ്ട് ഞാനിങ്ങോട്ട് നടന്നൊക്കെ സംസാരിക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്നെ കാണാനായിട്ട് പറ്റും. സന്തോഷമല്ലേ? തന്നെയല്ല, എന്നെ ഒത്തിരി കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഈ ശബ്ദം അങ്ങ് എത്തുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. നമ്മൾ വായിച്ചതിലേക്ക് അടുത്ത് വരാം. ആദ്യം ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വച്ച് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. ഞാൻ അതിൻ്റെ ഉള്ളടക്കം ഒന്ന് പറയുകയാണ്. 2 സ്ഥലങ്ങളുണ്ട് അന്ത്യോക്യ എന്ന പേരിൽ. അതിലൊന്ന് അത്ര പ്രസിദ്ധമല്ല. അത് പിസിഡിയായിലെ അന്ത്യോക്യയാണ്. നമുക്കതുകൊണ്ട് അത് ചർച്ചയ്ക്ക് എടുക്കണ്ട. 2ാമത്തെ അന്ത്യോക്യ സിറിയയിലാണ്. ഇന്നുമുണ്ട് സിറിയൻ ആൻറ്റിയോക്ക്. സിറിയയിലെ അന്ത്യോക്യ, ആ സ്ഥലത്തിന് ആ പേര് വരാൻ കാരണക്കാരനായ ഒരു മനുഷ്യനുണ്ട്. സിറിയ ഭരിച്ച ഒരു രാജാവ്, ഒരു ഭരണാധികാരി. ഇയാളുടെ പേര് രസകരമാണ്, നല്ല പേരാണ്, കുട്ടികൾക്കൊക്കെ ഇടാം. ഇപ്പോൾ നമ്മൾ ഒത്തിരി പേരുകൾ മാറ്റിയിടേണ്ട ഒരു സ്ഥിതിയില്ല. ജോലി എന്നൊക്കെയുള്ള പേര് മാറ്റിക്കൊണ്ടിരിക്കുക ആൾക്കാർ ഗസറ്റ് വഴി. ജോലി എന്ന് പേരുള്ളവരുണ്ട്, പിണങ്ങണ്ട. നമുക്ക് ആ പേര് കൊണ്ട് ദൈവത്തെ മതപ്പെടുത്താൻ പറ്റും പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ പേര് ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്നായിരുന്നു. എങ്ങനെയാ? ആൻറ്റിയോക്കസ് എപ്പിഫാനസ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നെ കാണാനാവില്ലെങ്കിലും എനിക്ക് നിങ്ങളെ കാണാം. നീ ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. ആൻറ്റിയോക്കസ് എപ്പിഫാനസ്, നല്ല പേരാണ്. പേരിൻ്റെ അർത്ഥവും നല്ലതാണ്. ദൈവം പ്രത്യക്ഷനായിരിക്കുന്നു, നല്ല അർത്ഥമുള്ള പേര്. എന്നാലും നമ്മളിതിടണ്ട. കാരണം ഈ പേരുള്ള ചക്രവർത്തി അല്ലെങ്കിൽ ഭരണാധികാരിയുടെ നടപടിക്രമങ്ങൾ കണ്ട് നാട്ടുകാർ പറഞ്ഞു, ഭ്രാന്തൻ പ്രത്യക്ഷനായിരിക്കുന്നു. കേൾക്ക വിളിക്കും അന്ത്യോക്കസ് എപ്പിഫാനസ്. അദ്ദേഹത്തെ സ്വഭാവചര്യകൾ കൊണ്ട് പറയും ഭ്രാന്തൻ. ക്രിസ്തുവിന് 1 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം സിറിയ ഭരിച്ചു. നമ്മുടെ കർത്താവ് വരുന്നതിന് 1 നൂറ്റാണ്ട് മുമ്പ്. ഈ മനുഷ്യൻ ഒരിക്കൽ യെരുസലേമിലേക്ക് യാത്രയായി. യെരുസലേമിലേക്ക് യാത്രയായ അന്ത്യോക്കസ് ചരിത്രപ്രസിദ്ധമായ യെരുസലേം ദേവാലയത്തിൻ്റെ മുമ്പിലെത്തി. ആ ദേവാലയത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകത്ത് യഹൂദനുള്ള ഒരേ ഒരു ഭൗതിക ആലയം. സമാഗമന കൂടാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യഹൂദൻ അവൻ്റേതെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, ദൈവ സാന്നിധ്യമുണ്ടെന്ന് അവൻ കരുതുന്ന, ദൈവനിയോഗമുണ്ട് എന്നവൻ വിശ്വസിക്കുന്ന ഒരേ ഒരാലയം യെരുശലേം ദേവാലയം. ആ ദേവാലയത്തിൽ
ഏവർക്കും പ്രവേശനമില്ല. അതുകൊണ്ട് അന്ത്യോക്കസും പടയാളികളും വരുമ്പോൾ വാതിൽ കാവൽക്കാരൻ പറഞ്ഞു, പ്രഭു, അങ്ങയോട് ഞങ്ങൾക്ക് ആദരവ്, അങ്ങയോട് ഞങ്ങൾക്ക് ബഹുമാനം, പക്ഷേ എല്ലാവർക്കും ഇതിൽ കടക്കാനാവില്ല. ആൻറ്റോക്കസ് വിട്ടില്ല. വാതിൽ കാവൽക്കാരൻ്റെ തല കറുത്തു മാറ്റി വഴിതടഞ്ഞവരെ മുഴുവൻ നിഗ്രഹിച്ച് ഇതിനുള്ളിലേക്ക് താൻ ഓടിക്കയറി. ചെറുത്തു നിന്നവരെയൊക്കെ വാളിൻ്റെ വായ്ത്തലക്കരിഞ്ഞ് ആലയം പിടിച്ചെടുത്തു. ആലയം സ്വന്തമാക്കി മാറ്റി. ആലയം കാൽക്കീഴിലാക്കി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഭക്തജനങ്ങൾ ആരും പോകരുത്, ഇത് നിങ്ങൾക്കുള്ള ഇടമാ, നിങ്ങൾക്കിവിടെ വരാം, നിങ്ങൾക്ക് യഹോവയെ ആരാധിക്കാം, യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഇതിൻ്റെ നിയന്ത്രണം ഇനി മുതൽ തനിക്കാണ്. ഈ പ്രോപ്പർട്ടി തനിക്കാണ്. ഇതിനകത്ത് മറ്റാർക്കും അവകാശമില്ല. പ്രാർത്ഥിച്ചോളൂ, ആരാധിച്ചോളൂ, വഴിപാടിട്ടോളൂ, വഴിപാടും പൊള്ളി കൊണ്ടുപോകും. ഇതാ സ്ഥിതി. അപ്പോൾ ഇത് കണ്ടതേ ചിലരവിടുന്ന് പുറത്തിറങ്ങി. ദൈവസാന്നിധ്യമില്ലെങ്കിൽ ആലയത്തിൻ്റെ മനോഹാരിത കൊണ്ടർത്ഥമില്ല. ഇതിലും മികവുറ്റ കെട്ടിടങ്ങൾ ഈ നാട്ടിലുണ്ട്, അമ്പരചുംബികൾ ഈ നാട്ടിലുണ്ട്. പക്ഷേ ഈ കെട്ടിടത്തെ മനോഹരമാക്കുന്നത് നിർമ്മാണകലയുടെ വൈഭവമല്ല, എത്ര പേരിന്നിവിടെ വന്നിരിക്കുന്നു എന്നതല്ല, ഏതൊക്കെ പാസ്റ്റർമാരിന്ന് ഇവിടെ ഉണ്ടാകും എന്നുള്ളതല്ല. ഇതിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ഈ ആലയം ഗോഡൗണ് മാത്രമാണ്. മനുഷ്യ ജീവിതവും അതുപോലെയാണ്. നിങ്ങൾ ഈ നാട്ടിൽ ഏറ്റവും സുന്ദരനാകട്ടെ, ഏറ്റവും സുന്ദരിയാകട്ടെ, കോടീശ്വരനാകട്ടെ, നമ്മുടെ വില നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യമാണ്. ആ ചൈതന്യം കെട്ടടങ്ങുമ്പോഴൊക്കെ നമ്മൾ ദുർബല മനുഷ്യരാണ്, കേവല മനുഷ്യരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളായി പുതുനിയമസഭയെ ദൈവം മാറ്റിയപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവ തേജസ് ഇറങ്ങേണ്ട ആ ദൈവാലയം തൻ്റെ ജനമായ ഇസ്രയേൽ തങ്ങളെ തന്നെ താഴ്ത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന പരിസ്ഥിതിക്ക് മാറ്റമുണ്ടായി. അവിടെ ഒരു ജഡീകൻ, അവിടെ ഒരു ജാതിയൻ, ദൈവത്തെ അറിയാത്തവൻ അന്തർമന്ദിരത്തെ അശുദ്ധമാക്കി. ചെറുക്കാൻ ആരുമില്ല, തെറ്റാണെന്ന് പറയാൻ പോലും ആരുമില്ല. അദ്ദേഹം പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് പാടുവോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യാം, നിങ്ങൾക്കിതിനുള്ളിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വിഹിതവും ലഭിക്കും. മുമ്പെന്ത് കിട്ടുന്നുവോ അതിനേക്കാളുപരി ഞാൻ തരും. പക്ഷെ പിരിയാൻ നേരം അവസാന ആരാധന തനിക്കർപ്പിക്കണം. എങ്ങനെയുണ്ട്? ചിലരിത് കേട്ടപ്പോഴേ സാധ്യമല്ലെന്ന് പറഞ്ഞിട്ട് തീർക്കാനൊന്നും പറ്റില്ല, പോവാം. അവർ പോയി. ചില പുരോഹിതന്മാരോട് ഭാര്യമാർ പറഞ്ഞു, അച്ഛാ ഇപ്പോൾ പുള്ളി കൂടുതൽ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ ഇല്ലെത്തണ്ടേ, EMI അടക്കണ്ടേ, ഈയിടയ്ക്ക് വണ്ടി എടുത്തുള്ള അതിൻ്റെ പൈസ അടക്കണ്ടേ, ബുദ്ധി ശിശുക്കളാകാൻ പാടില്ല. നമ്മൾ മനസ്സിലൊന്നും ഓർക്കണ്ട, അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് കൂപ്പിയിട്ട് പോര്, ആലോചിച്ച് മതി, നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കാം. പ്രാക്ടിക്കൽ ആയി ചിന്തിക്കുന്നവരുടെ കാലമാണെന്നും വിജയിച്ചത്. അങ്ങനെയാണ്. ആർക്കും എതിർപ്പില്ലാത്ത ഒരു കാര്യം. അവർ വിളിച്ചു പറയും, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അതേ നാവുകൊണ്ട് ഇവർ തിരിച്ചിറങ്ങി വന്നിട്ട് ഇവനെ നോക്കി പറയും, ദൈവം പ്രത്യക്ഷനായിരിക്കുന്നു, ദൈവം ശരീരത്തിൽ വന്നിരിക്കുന്നു, ദൈവം ജഡത്തിൽ വന്നിരിക്കുന്നു, അവനെയും പൂജിക്കും. പുരോഹിതന്മാർക്ക് തിയോളജി അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, തിയോളജിയേക്കാൾ വലിയ ശാസ്ത്രമാണ് ബയോളജി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. വല്ലതും കഴിക്കണം, കുടുംബം പുലർത്തണം, ഉപജീവന ചിന്തകൾ. പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് ചില പുറത്തിറങ്ങിയതിന് കാരണം
ഈ സംഭവങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ യഹോവയുടെ തേജസ് ആലയത്തെ വിട്ട് കിഴക്ക് ഒലിവുമലയിൽ നിന്നിരുന്നു. വചനം പറയുകയാണ്, ദൈവസാന്നിധ്യം വിട്ടുപോയ അന്തരീക്ഷം സംജാതമായപ്പോൾ ആന്റിയോക്കസ് എപ്പിഫാനസ് ഇവിടം പിടിച്ചെടുത്തു. എന്നാൽ ആ സ്ഥലത്തേക്ക് ഒരു കുടുംബത്തിൽപ്പെട്ട 4-5 കുട്ടികളും അപ്പനും ആരാധനയ്ക്ക് വന്നു. നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അവരെക്കുറിച്ച് കൂടി ഒരു 5 മിനിറ്റ് പറഞ്ഞ് ഞാൻ ഉള്ളടക്കത്തിലേക്ക് വരാം. സന്തോഷമാണോ? ആ വീട്ടിലെ കാരണവരുടെ പേര് സൈമൺ എന്നായിരുന്നു. ആ പേരുള്ളവരുണ്ട്, വലിയ സന്തോഷം. സൈമൺ, മുഴുവൻ പേര് സൈമൺ മക്കാബിയോസ്. കത്തോലിക്ക സഹോദരങ്ങൾ ആ മാർഗത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച പഴയ ബൈബിളിൽ മക്കാബയർ എന്ന 2 പുസ്തകങ്ങളുണ്ട്. അതിലുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഇതുവരെ അത് വായിച്ചില്ലെങ്കിൽ ഇന്ന് പോയി ഒന്ന് വായിക്കാം. ചില പ്രയോജനങ്ങൾ. നമുക്ക് ആ പുസ്തകങ്ങൾ ദൈവവചനമല്ല, ഒരു കാരണവശാലും അല്ല. നമ്മുടെ പുസ്തകത്തോട് അത് ചേർക്കാനൊക്കെ ഒരുമ്പെട്ട കാലത്ത് ഈ സാറൊക്കെ വലിയ സമരം ചെയ്ത ആളുകളാണ്. ഞങ്ങളൊക്കെ ഉണ്ട്. മാധ്യമങ്ങളിലൂടെ ഞങ്ങളും സാറും KC1 സാറും നമ്മുടെ സഭ ഒറ്റക്കെട്ടായിട്ട് എല്ലാ പെന്തക്കോസ്ത് സഭകളും അതിനെ ചെറുത്ത് അപ്പോക്രിഫ വിരുദ്ധ സമിതി തന്നെ രൂപീകരിച്ച ഒരു കാലഘട്ടമുണ്ട്. പോട്ടെ, പക്ഷേ അത് ഹിസ്റ്റോറിക്കൽ ബുക്സാണ്, ഒത്തിരി പ്രയോജനപ്പെടും വായിച്ചാൽ. അതുകൊണ്ട് ഞാനാണ് KC1 സാറിന് ആടുജീവിതം എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത്. അതേക്കുറിച്ച് കുമ്പനാട് കൺവെൻഷന് പ്രസംഗിച്ചു. പാസ്റ്റർമാരെല്ലാം വായിക്കണമെന്ന്. അത് വളരെ പ്രയോജനപ്പെടും. പക്ഷേ ദൈവവചനമാണോ? ഒന്നുമല്ല. എന്നതുപോലെയാണ് നമുക്ക് മക്കാബയർ 1 മക്കാബയർ 2 പ്രയോജനപ്പെടുന്ന കൃതികളാണ്. അപ്പോൾ ഈ സൈമൺ മക്കാബിയസും അദ്ദേഹത്തിൻ്റെ മക്കളുടെ എല്ലാം പേരിൻ്റെ കൂടെ മക്കാബിയോസ് എന്നുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോൾ ഈ കൂടെ ഒരല്പം ഊർജ്ജസ്വലനായൊരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു നല്ല തീവ്രവാദിയായൊരു കുട്ടി. അവൻ്റെ പേരും പഠിക്കുന്നതാണ് യൂദാസ് മക്കാബിയോസ്. അദ്ദേഹം വന്നു. സൈമൺ മക്കാബിയോസും മകൻ യൂദാസ് മക്കാബിയോസും സഹോദരന്മാരും ഒരുമിച്ച് വന്ന് ആരാധനയ്ക്കൊരുമ്പെടുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു യഹൂദ പുരോഹിതൻ, ദൈവവചനം അറിയാവുന്നവൻ, അദ്ദേഹം വന്നിട്ട് ഒരു കാളക്കുറ്റനെ തോലുരിഞ്ഞു മാറ്റി കണ്ടം കണ്ടമായി നുറുക്കി യാഗപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ ആന്റിയോക്കസ് എപ്പിഫാനസിന് യാഗമർപ്പിക്കുന്നു. അദ്ദേഹം വിട്ടില്ല. തൻ്റെ ഉടവാൾ ഉരിയെടുത്ത് ഈ പുരോഹിതൻ്റെ തലയെറുത്തു മാറ്റി. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെ ഇങ്ങനെ നശിക്കട്ടെ. വീണു. എതിർത്ത പടയാളികളുടെയൊക്കെ തലകരിഞ്ഞു. കുടുംബം ഒന്നടങ്കം ഇറങ്ങി പടപൊരുതി. അതിനാ മക്കാബ്യ ലഹള എന്ന് ചരിത്രത്തിൽ പറയുന്നത്. പിന്നെയും ഒത്തിരി പോരാട്ടങ്ങളുണ്ട്. വെട്ടിപ്പൊരുതി മുന്നേറും വഴിക്ക് ആന്റിയോക്കസ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് നിലയും യൂദാസ് വാളൂങ്ങി. അയാൾ ഓടി രക്ഷപ്പെട്ടു. പിന്നെ ആ വഴി നിന്നിട്ടില്ല. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? നമ്മളുടെയൊക്കെ കരുത്ത് പ്രയോഗിച്ചാൽ മതി, അവനങ്ങ് ഓടും. നമ്മൾ എന്ത് ചെയ്താൽ ചെയ്യുന്നില്ല, അതാ കുഴപ്പം. ഒരു പയ്യൻ ഒറ്റയ്ക്ക് വാള് വീശിയപ്പോൾ അദ്ദേഹം പോയി. ദൈവാലയം പിടിച്ചെടുത്ത് കാൽ കീഴിലാക്കി തൻ്റേതാണെന്ന് അവകാശപ്പെടാൻ ഒരുമ്പെട്ട ഒരുവനെ യൂദാസ് മക്കാബിയോസ് നാട് കടത്തി. അവൻ നാട്ടിൽ തിരിച്ചുപോയി. അവൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇതുവരെ യൂദാസ് മക്കാബിയോസ് ചെയ്തത് നല്ലതായിരുന്നു. ജനമാർത്തു വിളിച്ചു, ആലയം തിരിച്ചു പിടിച്ചു, അത് കഴുകി പുനഃപ്രതിഷ്ഠിച്ചു, വർഷാവർഷങ്ങളിൽ ആഘോഷം തീർത്തു. ആളുകൾ പറയാൻ തുടങ്ങി, ഈ പയ്യൻ ചില്ലറക്കാരനല്ല, ഇവനൊരു ദൈവനിയോഗമുണ്ട്. അതിലെനിക്കും വിശ്വാസമുണ്ട്. അവനൊരു ദൈവനിയോഗമുണ്ട്, അവനൊരു ദൈവമനുഷ്യനാകാം. ഒരു ഘട്ടം കഴിഞ്ഞ് ആളുകൾ പറയാൻ തുടങ്ങി,
സൂക്ഷിച്ചു നോക്ക്, അവനൊരു ദൈവദൂതനാണ്. ആ, നമ്മളെയൊക്കെ ദൈവദൂതനെന്ന് വിളിക്കാം, ദൂത് പറയുന്ന ആൾ. പക്ഷേ നമ്മൾ യഥാർത്ഥ ദൈവദൂതനാണോ? അല്ല. ഒരിക്കൽ ദൂതതുല്യരാകും, അതാ നമ്മൾ. അങ്ങനെയാണ്. ഇപ്പോൾ ദൂതനൊന്നും അല്ല, ഏഞ്ചലല്ല, മാലാഖയല്ല, മെസഞ്ചർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അത്രമാത്രം. പക്ഷേ അടുത്ത ഘട്ടം ചിലർ പറഞ്ഞു, ആരാണ് ഈ യൂദാസ് മക്കാബിയസ് എന്നറിയണ്ടേ? ഇവനാണ് ലോകത്തിലേക്ക് വരാനുള്ള മശിഹ. ഇവനാണ് പാപങ്ങളിൽ നമ്മളെ മോചിപ്പിക്കാൻ വരാൻ പോകുന്ന മശിഹ. ഇവനാണ് അത്ഭുതമന്ത്രി, ഇവനാ വീരനാം ദൈവം, ഇവനാ നിത്യതയുടെ പിതാവ്, ഇവനാ സമാധാനപ്രഭു. അവനറിയാൻ താനല്ല. പുകഴ്ത്തി 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 അവനെ മറ്റൊരു രൂപത്തിലെത്തിച്ചു ആളുകൾ. കാര്യക്ഷമത നഷ്ടപ്പെട്ടു, കൃപ നഷ്ടപ്പെട്ടു. കൃപ ചോർന്നവനായി, കാര്യക്ഷമതയില്ലാത്തവനായി, ദൈവസംസർഗം വിട്ടവനായി അവൻ മറ്റൊരാൾ ദൈവമായി മാറി. ഒരുവനെ തുരത്തി ജയമെടുത്തപ്പോൾ ആ സ്ഥാനത്തേക്ക് ഏറ്റവും അപകടകരമായ മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ ദൈവമക്കൾ ഓർക്കണം, ചിലതിനെ നമ്മൾ തോൽപ്പിച്ചു ജയമെടുക്കുമ്പോൾ മറുവശത്ത് അതിലും വലിയൊരു പതനം, പരാജയം വരാതിരിക്കാൻ സകല മഹത്വവും ജീവിതം കൊണ്ട് ദൈവത്തിനർപ്പിക്കുന്നവരാകണം. ദൈവത്തിൻ്റെ മക്കൾ, ഞാൻ പ്രാപിച്ചത്, ഞാൻ നേടിയത്, ഞാൻ വിജയിച്ചത് എല്ലാം ദൈവത്തിൻ്റെ കൃപ. ജീവിതത്തിലെ സകല നേട്ടവും ദൈവത്തിനർപ്പിച്ചിട്ട് പറയാം, ഇതെല്ലാം നിന്റെ ദാനം, ദാനമല്ലാത്തതായി അടിയൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, നീ തന്നതല്ലാത്തതായി അടിയൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നെപ്പോഴും സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് ഭക്തൻ്റെ ആത്മീയത. അത് പ്രാർത്ഥന വേളയിൽ മാത്രമല്ല, വണ്ടി കയ്യിലെടുക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ദൈവം തന്ന ഭവനത്തിൽ മടങ്ങിയെത്തുമ്പോൾ, ഭക്ഷണം വാരിക്കഴിക്കുമ്പോൾ, സകല നന്മകൾക്കും കാരണഭൂതനായവനെ നോക്കിക്കൊണ്ട് പറയണം, അർഹതയല്ലേ, കഠിനാധ്വാനം കൊണ്ടല്ലേ നിന്റെ കൃപ. ആ കൃപ എന്ന പദത്തോളം വിലമതിക്കാവുന്നതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല പ്രിയപ്പെട്ടവരെ. കൃപയാൽ പ്രാപിച്ചതിൻ്റെ വില തിരിച്ചറിയുന്നവരെ മഹത്വം ദൈവത്തിനർപ്പിച്ചിട്ട് പറയാ, ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ ആഴം തിരിച്ചറിയുമ്പോൾ ഒന്ന് മനസ്സിലാകും, മഹത്വമെടുക്കാൻ ഞാൻ അർഹനല്ല, സകലതും ദൈവത്തിന്. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആ സ്വയപ്രശംസയുടെ ബോധമോ, ഒരാൾ പ്രശംസിക്കുമ്പോൾ കിട്ടുന്ന സുഖമോ ഹൃദയത്തിൽ വാഴുമ്പോഴൊക്കെ പറയണം, അങ്ങനെ വെറുത്തു തുടങ്ങി. ഹല്ലേലൂയ. ആര് പ്രശംസിക്കുമ്പോഴും, ഏത് പ്രശംസാവാചകങ്ങൾ വരുമ്പോഴും നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റണം, നോ, നമ്മുടെ ഉള്ളം നമ്മോട് പറയണം, അല്ല, അങ്ങാണ് വലിയവൻ, അങ്ങാണ് വലിയവൻ, അങ്ങയോളം എത്തുവാൻ ആർക്കും സാധിക്കില്ല, അങ്ങയെപ്പോലെ ആകുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിച്ചു, അത് ഞങ്ങളുടെ ജീവിതചര്യകൾ കൊണ്ട് അങ്ങാണ് വലിയവൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ A+ വാങ്ങും. എൻ്റെ മോള് ഒരു പരീക്ഷയിൽ A+ ഒക്കെ വാങ്ങി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ലത്, നല്ല കാര്യമാണ്, അത് അപ്രിഷ്യേറ്റ് ചെയ്തു. പക്ഷേ നിന്നെക്കാളൊരു മിടുക്കൻ, എല്ലാ ക്ലാസ്സിലും റാങ്ക്, MBBS കഴിഞ്ഞ് IAS റാങ്ക്, ഇപ്പോൾ ജയിലിൽ കിടക്കുക. നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ A+ വാങ്ങുന്നതിലോ IAS എടുക്കുന്നതിലോ കാര്യമില്ല മക്കളെ, ജീവിതത്തിൽ വിജയിക്കുന്നതാണ് കാര്യം. ഹല്ലേലൂയ. 2+ കുറഞ്ഞു പോയെന്ന് ഓർത്ത് വിഷമിക്കുകയും വേണ്ട, ഒന്നും വിഷമിക്കണ്ട. അങ്ങനെ തോറ്റ അല്ലെങ്കിൽ 2 വിഷയം പോയി മക്കളെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്താ കാര്യം അറിയണ്ടേ? ഏത് തോൽവിക്കകത്തുനിന്നും ഇരട്ടി ശക്തിയോടെ കുതിച്ചു വരാൻ നമുക്ക് മാത്രം ഒരു കഴിവുള്ളവരാ. കാരണം ജീവിതം മുഴുവൻ വിജയിച്ചവനാ നമ്മുടെ മാതൃക. തോറ്റു തുന്നം പാടിയ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും സടകുടഞ്ഞ് പെട്ടെന്ന് എണ്ണിക്കാൻ നമുക്ക് മാത്രം അവരൊരു കൃപ തന്നിട്ടുണ്ട്, ലോകമനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി. പലരും എഴുതി തള്ളുന്ന സ്ഥാനത്ത് ശീഘ്രം ഇരട്ടി ബലത്തോടെ വരാൻ നമുക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു തോൽവി കണ്ട് കുഞ്ഞിനെ വഴക്കുറയൊന്നും വേണ്ട, അതിനെ സ്നേഹിച്ചാട്ടെ. നമ്മുടെ 100 തോൽവി കണ്ട് നമ്മളെ സ്നേഹിച്ച നല്ല കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ 1000 പരാജയങ്ങൾ കണ്ടിട്ടും ബലം പകർന്നൊരു നല്ല കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കണം, പിശാചേ, ഈ തോൽവി ഒരു തോൽവിയല്ല, ഇരട്ടിക്കരത്തോടെ ഇരട്ടി ബലത്തോടെ ഞങ്ങളിതാ വരുന്നു. പക്ഷെ മഹത്വം ദൈവത്തിനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ഞാനീ പ്രസംഗിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും
കൂടുതൽ കാര്യങ്ങൾ പറയും. മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ, ഞങ്ങളൊക്കെ ഏറ്റവും അധികം വിഷമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൺവെൻഷൻ നടത്തുമ്പോൾ ചിലർ വിളിച്ചിട്ട് പറയും, ദേവദാസനെ പ്രോഗ്രാം ക്യാൻസലായി. ഓ, അതെന്താ കാര്യം? മൈക്കിന് സാക്ഷ്യം കിട്ടിയില്ല, ഇന്ന കാര്യങ്ങൾ. കാരണം നമ്മുടെ എത്ര പേരവിടെ സാക്ഷ്യം തരാൻ? അംഗങ്ങൾ കുറവാണ്. ഇപ്പോഴൊക്കെ മാറ്റമുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് IAS കാരും IPS കാരും ഒക്കെ വേണം. എല്ലാവരും വിദേശത്ത് പോകാൻ വരട്ടെ, നമുക്കിവിടെ തന്നെ വേണ്ടേ? നിങ്ങൾ ഇവരിൽ IAS കാരെ IPS കാരെയൊക്കെ കാണണം. ഈ കുഞ്ഞുങ്ങളിൽ കാണണ്ടേ? ആ, കാണണം. കരുത്തരായിട്ട് അവരും മുമ്പോട്ട് വരണം. യൂദാസ് മക്കാബിയോസ് ഒരു കരുത്തനായിരുന്നു, ശക്തനായിരുന്നു. അതുകൊണ്ട് അന്നുള്ള ആളുകളൊക്കെ മക്കൾക്ക് യൂദാസ് എന്ന് പേരിട്ടു. മനസ്സിലായില്ലേ? സച്ചിൻ എന്നൊക്കെ മക്കൾക്ക് ഒരു കാലത്ത് പേരിടുന്ന പോലെ. എൻ്റെയൊക്കെ ബാല്യത്തിൽ ജയൻ എന്നായിരുന്നു എല്ലാവർക്കും പേര്. എന്തുകൊണ്ടോ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ എനിക്ക് പേരിട്ടില്ല. ഇടാഞ്ഞ നന്നായി. ജയനെന്ന് പേരുള്ള ഒരു 3-4 പേര് എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം തോറ്റുപോയി. തോൽക്കുന്ന ആളിന് ജയനെന്ന് പേരിട്ട് കാര്യമുണ്ടോ? പോട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇടും യൂദാസ്. യേശുവിൻ്റെ തന്നെ ഈശന്മാർ 2 പേർക്ക് യൂദാ എന്ന് പേരുണ്ട്. ആ, ചിലർക്ക് ആ പേര് ഗുണപരമായെങ്കിൽ ചില ആളുകൾ ആ പേര് നശിപ്പിച്ചു. മുമ്പേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ യൂദാസ് മക്കാബിയോസ് ഒരിക്കൽ മരിച്ചു. മരിച്ചപ്പോൾ അണികൾ പറയാൻ തുടങ്ങി, ആൾ മരിച്ചിട്ടില്ല, മറിച്ച് വേറെ എവിടെയോ ദൈവം അപ്രത്യക്ഷനാക്കി വച്ചിരിക്കുകയാണ്. സമയമാകുമ്പോൾ ആൾ വരും. അതെനിക്കും വിശ്വാസം. ആ സമയമാകുമ്പോൾ യൂദാസ് അല്ല, സകലരും അവിടെ ചെന്നേ പറ്റുള്ളൂ, അല്ലേ? റോമിനെ തകർത്തുകൊണ്ട് രാജ്യാധികാരം പിടിച്ചെടുക്കാൻ യൂദാസ് മക്കാബിയോസ് വരും. അതുകൊണ്ട് അവൻ്റെ ബഹുവർണ്ണ ചിത്രങ്ങൾ വരച്ചിട്ട് ചുണ്ണാമ്പ് പാറകളിൽ അത് കൊത്തിയിട്ടിട്ട് ഇവൻ്റെ തലയ്ക്ക് മീതെ 2 കൊമ്പും വരച്ചു. ആട്ടുകൊറ്റൻ്റെ നീളമുള്ള കൊമ്പ്, കാഹളമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരം കൊമ്പ്. അതിന് താഴെ എഴുതി വെച്ചു, യൂദാസ് മക്കാബിയോസ്, ദൈവത്തിൻ്റെ ധീര സമരസേനാനി, ദൈവത്തിൻ്റെ ആട്ടുകൊറ്റൻ, ദൈവത്തിൻ്റെ കോലാട്ടുകൊറ്റൻ, യഹോവയുടെ കോലാട്ടുകൊറ്റൻ, ദൈവത്തിൻ്റെ ചാമ്പ്യൻ, ദൈവത്തിൻ്റെ ധീരസമര സേനാനി എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് അവൻ്റെ അണികൾ ശക്തിപ്പെട്ടു. ചുരുക്കത്തിൽ ഒരാൾ ദൈവം അറിയാതെ രൂപപ്പെട്ടു വരികയായിരുന്നു ഇസ്രായേൽ മക്കൾക്കിടയിൽ. ഞാൻ നീട്ടുന്നില്ല ഭാഗം. ഇതിനെ ചെറുക്കാൻ ആരെയും കണ്ടില്ല. ആന്റിയോക്കസ് എപ്പിഫാനസിനെ ചെറുക്കാൻ ഒരു യൂദാസ് മക്കാബിയസ് ഉണ്ടായി. അവൻ വഴിതെറ്റിയപ്പോൾ അവനെ ചെറുക്കാൻ, അവൻ്റെ അണികളെ ബോധ്യപ്പെടുത്താൻ ആരും ഉണ്ടായില്ല. ഒടുവിൽ നമ്മുടെ കർത്താവിൻ്റെ കാലഘട്ടമായി. കർത്താവ് ജനിച്ചു. 1 നൂറ്റാണ്ട് കാലയളവിന് ശേഷം യേശു ജനിക്കുമ്പോഴേക്കും യൂദാസിൻ്റെ അനുഗാമികൾ നാട്ടിലെങ്ങും വളർന്നു. അവർ പല രൂപത്തിൽ പല പേരുകളിൽ ഭിന്നിച്ചു നിന്നുകൊണ്ട് പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ, കടാരക്കാർ, എരിവുകാർ, ഈ പേരിലൊക്കെ ബൈബിളിൽ നമ്മൾ കാണും. ഇങ്ങനെ വലിയ സംഘട്ടനങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്ന കാലത്ത് ഇവർക്കെതിരെ പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല, തൻ്റെ ഇടമുണ്ടായില്ല. പക്ഷെ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ചു, ഒരാളിനെ, വേറാരുമല്ല, സ്നാപകൻ. എന്താ കാര്യം? ഈ സ്നാപകൻ്റെ മാത്രം വസ്ത്രധാരണത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ബൈബിളിലുണ്ട്. പിന്നുള്ള ശലോമോൻ്റെ ആ ബെഡാക്കാനെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത, അല്ലേ? ആ, ഭയങ്കര ഭക്ഷണം. അപ്പോൾ സ്നാപകൻ്റെ ഭക്ഷണം പറയുന്നുണ്ട്. എന്തെന്നാ? വെട്ടുക്കിളിയും, വെട്ടുക്കിളി കിഴങ്ങാണെന്നോ പയറാണെന്നോ കിളിയാണെന്നോ ഒക്കെ തർക്കം അവിടെ കിടക്കട്ടെ, എന്തേലും ആയിക്കോട്ടെ. വെട്ടുക്കിളിയും കാട്ടുതേനും. വേഷവും പറഞ്ഞു. എന്തെന്നാ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൾവാറും. യേശു പോലും നല്ല വിലപിടിപ്പുള്ള അങ്കി ധരിക്കുന്ന കാലം. കർത്താവിടക്കൊക്കെ ഡിന്നറിന് സക്കായുടെ വീട്ടിലും മത്തായുടെ വീട്ടിലും ഒക്കെ കൂടുന്ന കാലം. ഈ മനുഷ്യൻ ധരിച്ചിരിക്കുന്നത് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും. ഞങ്ങൾ പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഷർട്ടും പാൻറ്റും ഒക്കെ ആരെങ്കിലും വാങ്ങിത്തരുന്ന ആരാധന നൂല് ഓർമ്മ വരികയല്ല, പലരും തരുന്നുണ്ട്.
പക്ഷേ സ്നാപകൻ അങ്ങനല്ല, പ്രകൃതിദത്ത. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറ്, വെട്ടുക്കിളിയെ ഭക്ഷിച്ച് കാട്ടുതേൻ ഭക്ഷിച്ച് വരിക. അതുകൊണ്ട് ആ ഭാഷ പോലും പരുക്കനാണ്. മര്യാദയ്ക്കൊരു അഭിസംബോധന പോലുമില്ല. പ്രസംഗം അങ്ങോട്ട് തുടങ്ങി കത്തി തകർത്തിങ്ങോട്ട് വരും വഴിക്ക് 100 വർഷം പഴക്കമുള്ള ഒരു ബന്ധനം തകർക്കുന്ന പ്രയോഗം. 100 വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ സ്ഥാപിക്കപ്പെട്ട് ഉറപ്പിക്കപ്പെട്ടു പോയ നിഗൂഢമായൊരു ബോധത്തെ, വന്യമായൊരു ചിന്തയെ നിരാകരിച്ചുകൊണ്ട് സ്നാപകൻ പറയുക, പ്രസംഗിക്കുക. സ്നാപകൻ്റെ അരിയിലേക്ക് വന്ന് ചിലർ ചോദിച്ചു, വാസ്തവത്തിൽ നീ ആരാ? നീ മശിഹയാണോ? അദ്ദേഹം പറഞ്ഞല്ല. നീ ആരാ പറ? ഇരമ്യാവാണോ പറ? ആ പ്രവാചകനാണോ പറ? അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, ഞാൻ മശിഹയല്ല, ഞാൻ ഏലിയാവല്ല, ഞാൻ ഇരമ്യാവല്ല. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കേൾക്കാൻ ആളില്ല എന്ന് വിചാരിക്കാം. ഈ ശബ്ദം ഏറ്റെടുക്കാൻ ആരും വന്നില്ലെന്ന് കരുതാം. മരുഭൂമിയിൽ എൻ്റെ ശബ്ദം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. കേൾക്കാൻ ജനാവലികളില്ലെങ്കിലും ആ ശബ്ദത്തിൻ്റെ സ്പന്ദനങ്ങൾ കാലത്തെ അതിജീവിച്ച് ഇങ്ങനെ നിലനിൽക്കുമെന്ന് മാത്രമല്ല, ഞാൻ കേവലം ശബ്ദം റിയലായവൻ, യാഥാർത്ഥ്യമായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ചുരുക്കത്തിൽ ആന്ത്യോക്കസിൻ്റെ അവനെ തുരത്തിയ യൂദാസിനെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും അന്തരീക്ഷം മുഖരിതമായ മണ്ണിൽ ആദ്യമായി ഒരുവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിന്നാലെ ശരിയായവൻ വരുന്നു. ലോകത്തിലെ ഏറ്റവും ശരിയായവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ വരും, അവൻ എഴുന്നേറ്റ് നിൽക്കും, അവൻ പ്രസംഗിക്കും, അവൻ പഠിപ്പിക്കും, അവൻ ഇടപഴകും, അവൻ കടൽ മീതെ നടക്കും. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീരപ്രവർത്തികളാൽ അവൻ അത്ഭുത മന്ത്രി എന്ന പേരൊരിക്കൽ കൂടി സ്ഥാപിക്കും. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാ നീ. ഹല്ലേലൂയ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെങ്കിൽ അബ്രഹാമിനേക്കാൾ വലിയവൻ, ദാവീദിനേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവനാ യോഹന്നാനെങ്കിൽ യോഹന്നാൻ നമ്മുടെ മുമ്പിൽ നോക്കിയിട്ട് പറയുക, കുനിഞ്ഞ് എനിക്കവൻ്റെ ചെരുപ്പിൻ്റെ വാറടിപ്പാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞവനെ കാന്തനായി കണ്ടുകൊണ്ട് ഹൃദയംഗമായി കെട്ടിപ്പുണരാൻ, ആലിംഗനം ചെയ്യാൻ, അവരോട് ചേരാൻ ഭാഗ്യസിദ്ധിച്ച പുതിയ നിയമസഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കൃപയെന്ന ആ കരുണാകടാക്ഷമാണ് നമുക്കവനോട് അടുക്കാൻ കിട്ടിയ ജീവിതത്തിൻ്റെ സന്തോഷമെങ്കിൽ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ യോഗ്യനല്ലാത്ത പഴയ നിയമത്തിൻ്റെ അവസാന പ്രതിനിധി, ന്യായപ്രമാണത്തിൻ്റെ ആ വിരാമം, അത് യോഹന്നാനാണ്. പ്രവാചകന്മാരും ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ. സ്നാപകൻ പ്രസംഗിച്ചു. പിറ്റന്നാൾ യേശു തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട് സ്നാപകൻ പറയാ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. അല്ലയോ യൂദാസ് അനുഗാമികളെ, നിങ്ങൾ വരച്ചു വച്ച പടമിതാ ചരിത്രം ചവറ്റുകൊട്ടയിൽ തള്ളാൻ പോകുന്നു. നിങ്ങളുടെ ചിന്തകളിതാ ചില പുസ്തകങ്ങളുടെ ആ പുസ്തകത്താളുകൾ കൊണ്ട് കാലകരണപ്പെടുന്നു. ഒരു പുസ്തകവും എഴുതാത്ത യോഹന്നാൻ ഉലകത്തെ നോക്കി വിളിച്ചു പറയുക, ഇവനാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കോലാട്ടുകൊറ്റനെന്ന് നിങ്ങൾ പ്രകീർത്തിച്ചവനല്ല, ഇവനാണവൻ. ഈ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കാൻ അധികം പേരുണ്ടായില്ല, അധികം പേര് വന്നില്ല. വന്നത് ഒരു പാവ അന്ത്രയോസ്, കൂടൊരു മനുഷ്യൻ, അതാരാണെന്ന് പോലും എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ പറയും, ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷാനുഭവം അന്ത്രയോസ് വന്നതാണ്. ഞാനും നിങ്ങളും ഇന്ന് വലിയൊരു സമൂഹമായിട്ട് ഇവിടെ ഉണ്ട്. മുമ്പ് പറയുമ്പോൾ തന്നെ ലോകത്ത് ഗ്രോയിങ് കമ്മ്യൂണിറ്റി നമ്മൾ പെന്തക്കോസ്തരാണ്. മറ്റേത് സഭകളെക്കാളും വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളാണ്. ഇങ്ങനെ ഈ മാർഗം ആകുമെന്നൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത കാലത്ത്, ഈ പുസ്തകമൊന്നും ഇല്ലാത്ത കാലത്തെ, IPCക്ക് ബോർഡൊന്നും ഉള്ള കാലത്തില്ലാത്ത കാലത്തെ, അസംബ്ലി സോകോഡ് ഇല്ലാത്ത കാലത്തെ യേശുവിനെ കണ്ടിറങ്ങിത്തിരിച്ച ഒരു സാധുവിൻ്റെ പേരാ അന്ത്രയോസ്. ഏകരായി ഭവനം വിട്ടിറങ്ങിയ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ
താമസം വിനാ സന്തോഷിക്കാൻ കഴിയും വിധം നാളുകളായുള്ള പ്രാർത്ഥനയ്ക്ക് മീതെ മഞ്ഞും മഴയും അയക്കാൻ കഴിയുന്ന ഒരുവനെ ഹൃദയത്തിൽ കണ്ടിട്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാണ്. എൻ്റെ സന്തോഷം. അന്ത്രയോസ് യേശുവിനെ അനുഗമിക്കുന്ന കാലത്ത് യേശു ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല, ഒരു പ്രസംഗം പറഞ്ഞിട്ടില്ല, കടലിൻ്റെ മീതെ നടന്നിട്ടില്ല, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാത്ത കാലത്ത് ഇതിലേറെ സാധ്യതകൾ അവനിലുണ്ട്. പ്രതീക്ഷയ്ക്കപ്പുറത്ത് അവൻ ഉലകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന വചനം വിശ്വസിച്ച് ഒറ്റക്കൊരുത്തൻ ഇറങ്ങിത്തിരിച്ചു. അത് അന്ത്രയോസ്. ഞാൻ ആ വഴി പോകുന്നില്ല. ആ സംഭവം അവിടെ നിൽക്കട്ടെ. നമ്മളൊരുത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇടയ്ക്ക് വിട്ടായിരുന്നു. അവൻ്റെ പേര് ആൻറ്റിയോക്കസ്. അവൻ മടങ്ങിപ്പോയി. അവൻ മടങ്ങിപ്പോയി തൻ്റെ നാട്ടിൽ പോയി ഒരു ദൈവമായിട്ട് ജീവിച്ചു. അതിനിപ്പോൾ നമുക്ക് വിരോധമില്ലല്ലോ. അവൻ്റെ നാട്ടിൽ പോയി. അന്ത്യോക്യ സിറിയയിൽ പോയി. അവൻ്റെ അനുഗാമികൾ അവൻ്റെ പേര് നിലനിർത്താൻ ഒരു പട്ടണത്തിന് പേരിട്ടു അന്ത്യോക്യ. പിടികിട്ടിയോ? ആന്റിയോക്കസ് എപ്പിഫാനസിൻ്റെ അനുഗാമികൾ സിറിയയിലെ ഒരു പട്ടണത്തിന് പേരിട്ടു അന്ത്യോക്യ. നിങ്ങൾ ആരോടും പറയാതിരിക്കാമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ ഒത്തിരി ആളുകൾ പാട്ടും പാടിക്കൊണ്ട് പോകും. അന്ത്യോക്യായുടെ അധിപതിയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഇവൻ്റെ കാര്യം ഈ പറയണം. യഥാർത്ഥ അന്ത്യോക്യയുടെ അധിപതി ആരാ? അത് കോടതി തീരുമാനിക്കുന്ന ഇപ്പോൾ പറയുന്നത്. കോടതി തീരുമാനിച്ചു എന്ന് ചെല്ലല്ലോ. അത് പോട്ടെ. അന്ത്യോക്യയുടെ ശരിക്കുള്ള അധിപതി ആരാ? ആന്റിയോക്കസ് എപ്പിഫാനസ്. അവൻ്റെ പണി എന്തായിരുന്നു? ദൈവാലയം പിടിച്ചെടുത്ത് സ്വന്തമാക്കി മാറ്റി യേശുക്രിസ്തു എന്ന വരാനിരിക്കുന്നവൻ്റെ നിഴലായി ഭവിച്ച് അവിടെ കീഴടക്കി. അവൻ പോയി. അവൻ്റെ ചരിത്രം അസ്തമിച്ചു. അവൻ മണ്ണിൻ്റെ ഭാഗമായി 1 നൂറ്റാണ്ട് കഴിഞ്ഞു. ഏതാണ്ട് 1.5 നൂറ്റാണ്ടുള്ള എത്തിയപ്പോൾ തമ്പുരാൻ വിചാരിച്ചു നമുക്കും ഒരു പേരിടണം. ക്രിസ്ത്യാനി. നമുക്ക് പേരിടാൻ വേണ്ടി നമ്മുടെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയ സ്ഥലം അവൻ്റെ തറവാട് അന്ത്യോക്യ. എന്താ മനസ്സിലായി ദൈവമക്കൾക്ക്? കാലമെത്ര കഴിഞ്ഞാലും പോരാട്ടം അവസാനിപ്പിക്കാത്തവനാ ദൈവം. ചിലർ നിശ്ചയിച്ച് നിലച്ച് ഇവിടം കൊണ്ട് തീർന്നു എന്ന് കരുതി തിരിച്ചു പോയാലും യുദ്ധം അവസാനിപ്പിക്കാത്ത യുദ്ധവീരനെയാ ഞാനും നിങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ തൻ്റെ മക്കളെ നിലംപരിയാക്കാൻ ശ്രമിച്ചവൻ്റെ കൂടാരത്തിൽ അവൻ്റെ തറവാട്ട് ഭൂമിയിൽ കടന്ന് പ്രാപിച്ച പേരാ ക്രിസ്ത്യാനി. ഈ പേരിൻ്റെ വിലയും മഹത്വവും അതിൻ്റെ ശക്തിയും തിരിച്ചറിഞ്ഞവർക്കായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് ക്രിസ്ത്യാനിത്വം ചരിത്രമുള്ളതാണ്. ക്രിസ്ത്യാനിത്വം പോരാട്ടങ്ങളാൽ പ്രാപിച്ചെടുത്ത ചരിത്രമുള്ളതാണ്. ഇത് വെറുതെ കിട്ടിയതല്ല. രണ്ടാമത്, ഈ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ചരിത്രവും സാക്ഷ്യവും കോടതി മുറിയിൽ തെളിയിക്കപ്പെട്ടൊരിക്കൽ പൗലോസ് ജയിലിൽ നിന്ന് പൗലോസ്ലീഹയെ പുറത്തു കൊണ്ടുവന്നു. പുറത്തു കൊണ്ടുവരുന്ന ഘട്ടത്തിൽ പൗലോസ്ലീഹയോട് തൻ്റെ വിശ്വാസത്തിൻ്റെ ആ കാര്യകാരണങ്ങൾ ചോദിക്കാൻ അവസരം കൊടുത്തു. നിനക്ക് സംസാരിക്കാം. കോടതിക്കകത്ത് കയറി സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്തെല്ലാം റെസ്ട്രിക്ഷൻസാണ്. അത് ഇതൊന്നും പറയാൻ പറ്റില്ല. കൈകെട്ടി നിന്ന് ആദരവോടെ സംസാരിക്കേണ്ട ഇടമാ കോടതി. പക്ഷെ പൗലോസ് ഒരല്പം കഴിഞ്ഞപ്പോൾ കൺട്രോൾ പോയി. നമ്മളെല്ലാം അങ്ങനെയാണ്. നിനക്കറിയാം, ഈ ഓൾ നൈറ്റ് പ്രയർ ലീഡ് ചെയ്യാൻ തുടങ്ങുന്ന ആൾ ആദ്യം പറയും ശബ്ദം ഉണ്ടാക്കല്ല്, കുട്ടികൾ പഠിക്കുന്നു. ഇത് അല്പം കഴിയുകയാണ് ഇങ്ങേര് തന്നെ ശബ്ദം ഉണ്ടാക്കും. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അങ്ങനെ അതാ അതിൻ്റെ സംഭവം. ഞാൻ ബ്രദറുകാരുമായിട്ടുള്ളൊരു ഡിബേറ്റിൽ പറഞ്ഞു, ഇപ്പോൾ ഇത് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, നിങ്ങളൊരു 10-20 മിനിറ്റ് ഞങ്ങളുടെ പ്രാർത്ഥനയിലിരിക്കുക. പ്രാർത്ഥനയിലിരുന്ന് ഞങ്ങൾ 2 പാട്ട് പാടിക്കഴിയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കും, അല്ലേ നിങ്ങൾക്ക് ഭൂതകളാവും. ഇത് ഇനിയൊരു റിസൾട്ട് ഇല്ലാതെ പോകത്തില്ല. വാ ഒരു ദിവസം കൂട്. ചുമ്മാ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റേജ് ഇരിക്കുന്നതിലും നല്ലതാണ്. അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ലതാ. ഒരു 10-20 മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യുക. പൗലോസിൻ്റെ കൺട്രോൾ പോയി പ്രസംഗിച്ച് വന്നപ്പോൾ. നമുക്കും അങ്ങനെയാണ്.
യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ കൺട്രോൾ പോകും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പ്രസംഗിക്കാൻ നിന്നാലും യേശുവിൻ്റെ കാര്യമാകുമ്പോൾ അറിയാൻ എഴുന്നേറ്റ് പോകുന്നു അല്ലേ? അങ്ങനെയാണ്. ഇപ്പോൾ ടി വിയിലൊക്കെ കണ്ട് അച്ഛന്മാർ പ്രസംഗിക്കാൻ നിന്നാലും നമുക്കൊരു മുൻവിധിയുണ്ട്. അച്ഛൻ എന്തോ പറയാനാ 5-10 മിനിറ്റ് കഴിയുമ്പോൾ യേശുവിൻ്റെ കാര്യം വന്ന് കഴിയുമ്പോൾ അതാ ഈ നാമത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പ്രസംഗിച്ച് അതിൻ്റെ തീവ്രതയിലെത്തിക്കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് എണീറ്റു പറഞ്ഞു, നീ എന്നെ ക്രിസ്ത്യാനിയാകുവാൻ സമ്മതിപ്പിക്കുന്നു. നമ്മളാണെങ്കിൽ പറയാം അങ്ങനെയൊന്നും ഇല്ല, ഇത് മതപരിവർത്തനം അല്ലെന്ന് പറഞ്ഞ് ജാമ്യം എടുക്കും. ഇത് മതപരിവർത്തനം അല്ലെന്നൊന്നും പറയാൻ നടക്കുന്ന കാര്യമില്ല. നമുക്ക് അകത്ത് പറയാനുള്ളതേ ഉള്ളൂ മതമല്ലെന്നൊക്കെ. മതം പൂരിപ്പിക്കുന്ന കോളത്തിൽ മതമില്ലെന്ന് എഴുതുകയാണോ? അവിടെ എഴുതിയിട്ടുണ്ട് മതം എന്നൊക്കെ. ലീഗലി ഇത് മതം തന്നെയാണ്. ലീഗലി നമുക്കല്ലെന്ന് പ്രസംഗിക്കാം. പോട്ടെ, ഒരാൾ സ്ഥാനപ്പെട്ടാൽ അതിന് ലോകം മതപരിവർത്തനമെന്ന് തന്നെ പേരിടും. അതുകൊണ്ട് അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പുറത്ത് പൗലോസിനോട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാകാൻ സമ്മതിപ്പിക്കുന്നു? അദ്ദേഹം പറയാ, അല്ലയോ രാജാവേ, നീയല്ല, ഇവിടെ കൂടിയിരിക്കുന്ന സകലരും, ഈ ശബ്ദം കേൾക്കുന്ന സകലരും, ഈ ശബ്ദതരംഗങ്ങൾ ആരുടെയൊക്കെ കാതുകളിൽ ചെന്നലയ്ക്കുന്നുവോ അവർ മുഴുവനും. എന്നിട്ട് ഭരണകൂടം തന്നെ ധരിപ്പിച്ച ഒരു ചങ്ങല ഇങ്ങനെ ഉയർത്തിക്കാട്ടി. ഏറ്റവും ഒരു ക്രൈസ്തവ പ്രഭാഷകന് അസൂയ തോന്നുന്ന രംഗമാണ് ചങ്ങല ധരിച്ചുള്ള ആ പ്രസംഗം. ഹല്ലേലൂയ. ഈ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ, കുമ്പനാട് നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ, പുത്തിരിക്കണ്ടം മൈതാനത്ത് പ്രസംഗിക്കുന്നതിനേക്കാൾ ഞങ്ങൾ വിലമതിക്കുന്നു സ്റ്റേജിൽ നിന്നുകൊണ്ട് കോടതി മുറിക്കുള്ളിൽ നിന്ന് പ്രതിക്കൂട്ടിൽ നിന്നിട്ട് ഈ കരം ഇങ്ങനെ ഒന്ന് ഉയർത്താൻ ശ്രമിക്കുക. പക്ഷെ ഉയരില്ല കരം. എന്താണെന്നറിയണ്ടേ? ഒരു കാലിൽ നിന്ന് ഒരു കൈയിലേക്കും അടുത്ത കാലിൽ നിന്ന് അടുത്ത കൈയിലേക്കും എക്സ് ആകൃതിയിലാണ് ഈ ചങ്ങല കെട്ടുന്നത്. അതും ഒരാളുടെ പൊക്കത്തേക്കാൾ കുറച്ച ചങ്ങല. അതുകൊണ്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കണം. നിവരെ നിൽക്കാൻ പറ്റില്ല. നിവരെ നിൽക്കാൻ പൗലോസിന് ദ്രഹണിയില്ലെങ്കിലും ആ പൗലോസ് ഉയർത്തുന്ന സുവിശേഷം എങ്ങും തലകുണിച്ച ചരിത്രമില്ല. ബന്ധനമില്ലാത്ത സുവിശേഷം, കീഴടങ്ങാത്ത സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിന് കർത്തൃദാസൻ അങ്ങോട്ട് നിവരെ നിന്നിട്ട് പ്രസംഗിക്കുക. എന്താ പ്രസംഗം? അല്ലയോ പ്രഭോ, ഈ ചങ്ങലയൊഴികെ സകലത്തിലും നീയും എന്നെപ്പോലാകണം. നമുക്ക് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാ, ഞങ്ങൾക്ക് പ്രാരാബ്ദങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ഞങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, മരണഭീതി ഞങ്ങളുടെ തൊട്ടുമുമ്പിലുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പറയാ, അതിനെ അതിജീവിക്കുന്ന ഞങ്ങളുടെ ഈ പ്രത്യാശ, ആ പ്രത്യാശ അതിജീവിക്കാൻ ലോകത്തെ മുഴുവൻ ക്ഷണിക്കുന്ന മാർഗമാണ് യേശുവിൻ്റെ മാർഗം, സുവിശേഷത്തിൻ്റെ മാർഗം. ഈ ചങ്ങലയൊഴികെ സകലത്തിലും നീയും എന്നെപ്പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. അവസാന ഘട്ടം നമ്മൾ കാണുന്നത് മറ്റൊരിടത്താണ്. ധന്യനായ പത്രോസ് തൻ്റെ സുവിശേഷത്തിൽ, തൻ്റെ ലേഖനത്തിൽ പറയുക, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ആ നാമം എത്ര മനോഹരമാണത്. നമ്മുടെ പൂർവികരൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതും ആ കഷ്ടതയുടെ സുഖമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടത നമ്മുടെ സുവിശേഷമല്ല. നമ്മൾ കഷ്ടതയുടെ സുവിശേഷമോ സമൃദ്ധിയുടെ സുവിശേഷമോ അല്ല പ്രസംഗിക്കുക. അങ്ങനൊന്നും സുവിശേഷം ഇല്ല. സുവിശേഷം ഒന്നേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ എൻ്റെ ഒരു നിർദ്ദേശം, ബഹുമാനപ്പെട്ട കസി തോമസ് സാറിൻ്റെ ഒരു കൃതി തന്നെ ഉണ്ട്, എബ്രായ ലേഖനത്തിൻ്റെ 33 പ്രസംഗങ്ങൾ. ഞാൻ 93-94 കാലയളവിൽ അത് വായിച്ചതാണ്. എബ്രായ ലേഖനത്തിൽ സഭയിൽ 2 തരം മെമ്പർഷിപ്പ് ഞാൻ കണ്ടുപിടിച്ചു. 11 അധ്യായത്തിലാണ്. ഒരു കൂട്ടരുടെ കാര്യം പറയുക, ചിലർ വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി ഒഴിഞ്ഞു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, സ്ത്രീകൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. ആത്മീയർ തന്നെയാണ്. സഭയിൽ ഇങ്ങനെയുള്ളവരുണ്ട്. വേറെ ചിലർ നേരെ ഓപ്പോസിറ്റാ. അവർ വാള് വന്നപ്പോൾ തെറ്റി വഴിയല്ല, വാളിനേൽപ്പിച്ചു കൊടുത്തു.
ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ചമ്മട്ടി, ചങ്ങല, തടവ് ഇതെല്ലാം അനുഭവിച്ചു. എൻ്റെ അർത്ഥം എന്താ? കഷ്ടത എന്ന വരം സന്തോഷത്തോടെ സഹിക്കാൻ ദൈവം ചിലരെ സഭയിലാക്കി വെച്ചിട്ടുണ്ട്. അതും ക്രിസ്ത്യ ജീവിതമാണ്. അതിജീവിക്കാനുള്ള വരം ദൈവം ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അതും ക്രിസ്ത്യ ജീവിതമാണ്. ഭക്തൻ വാള് കണ്ടാൽ പറയണം, ആ വാളിനാൽ എനിക്ക് വെട്ടേറ്റാലും വാളിനാൽ വെട്ടേൽക്കാതെ രക്ഷപ്പെട്ടാലും മഹത്വം ദൈവത്തിനുള്ളതാ. ഭക്തൻ പറയണം, രോഗത്താൽ ഇഹലോകം വിട്ടു പോകേണ്ടി വന്നാലും അത്ഭുത വിടുതൽ കിട്ടിയാലും ഈ ജീവിതം യേശുവിനുള്ളതാ. ഭക്തൻ പറയണം, കഷ്ടതകളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ആധിക്യമെന്ന് ഭവിച്ചാലും സമൃദ്ധി കൊണ്ടവൻ എന്നെ അലങ്കരിച്ചാലും ഈ ജീവിതം യേശുവിനുള്ളതാ. അങ്ങനെ രണ്ടുവിധ അനുഭവങ്ങളാണ് ദൈവമക്കൾക്ക് വച്ചിരിക്കുന്നത്. ഇത് രണ്ടും പരാജയമല്ല, മഹാജയമാണ്. ഹല്ലേലൂയ. ഉദാഹരണം യോഹന്നാൻ. തീച്ചൂളയിലിട്ടു, എണ്ണയ്ക്കകത്തിട്ട്, നാട് കടത്തി, ഒന്നും പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ഉദാഹരണം എഴുതിയ പത്രോസ്. ക്രൂശിക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അത് തലകീഴായിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാരമ്പര്യം. എല്ലായിടത്തും ദ്രുതഗതി കാണിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അവിടെ ചെന്നപ്പോഴും ആ ദ്രുതഗതി കാണിച്ചു. ക്രൂശിക്കുകയാണെങ്കിൽ നിങ്ങൾ തലകീഴാട്ടം ക്രൂശിച്ചോ. പേടി വന്നോ? ഇല്ല. പ്രിയപ്പെട്ടവർ പറയട്ടെ, ഏത് പരിശോധനയ്ക്കും മുമ്പിൽ നമുക്ക് രണ്ട് വഴി ദൈവം വെച്ചിട്ടുണ്ട്. രണ്ട് വഴി. ചിലർക്കതിനെ വാളിൻ്റെ വായ്ത്തലക്ക് തെറ്റിയൊഴിയുന്ന സാക്ഷ്യം. ഇന്നൊരു ബ്രദർ പറഞ്ഞു, മരണത്തിൻ്റെ മുമ്പിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട സാക്ഷ്യം. ഖേദകരമെങ്കിലും മറ്റൊന്നുകൂടി പറയട്ടെ, ഓപ്പോസിറ്റാ, അദ്ദേഹത്തോടെ ബന്ധത്തിലല്ല. എനിക്കോ നിങ്ങൾക്കോ നാളെ ഉലകം അത്യാഹിതം എന്ന് പറയുന്ന ഒന്ന് ഭവിച്ചാലും പറയണം ദൈവനാമത്തിന് മഹത്വം. ഉൾക്കൊള്ളാനൊരൽപ്പം മടിയുണ്ട്. ആ രംഗം യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ നമുക്കൊരൽപ്പം പ്രയാസമുണ്ട്. അപ്പോഴും ഭക്തന് പറയാൻ കഴിയണം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. ആ മഹത്തര ജീവിതമാണ് ക്രിസ്ത്യ ജീവിതമെങ്കിൽ പത്രോസ്ലീഹ പഠിപ്പിക്കുക, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ പെന്തക്കോസ്ത് സഭകൾ, നമ്മുടെ പൂർവികർ ഒട്ടേറെ വില കൊടുത്ത് ആരംഭിച്ച മാർഗ്ഗം ഇത്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, കേവലം ഒരു തൃശ്ശൂരിലെ ഒരു ടീ ഷോപ്പിൽ ക്യാൻറ്റീനിൽ മാനേജരായി പണമൊക്കെ വാങ്ങുന്ന വലിയ തസ്തികയൊന്നുമില്ല, അവിടുന്ന് ജോലി ചെയ്തൊരു മനുഷ്യനാണ് നമ്മുടെ CM ആയി മാറിയ കെ കരിങ്ങാകരൻ. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല മുഖ്യമന്ത്രിയാവുന്നു. നമ്മുടെ ഇപ്പോഴത്തെ CM അല്ലെങ്കിൽ VS അവർ ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് തുടങ്ങുന്ന കാലത്ത് ഡ്രീം ചെയ്തിട്ടില്ല. ഒരു പഞ്ചായത്ത് മെമ്പറാകുമെന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത കാലത്താണ് അവരൊരു ആശയത്തിനിറങ്ങി തിരിച്ച്. നമ്മുടെ പൂർവികരും വ്യത്യസ്തമായിരുന്നില്ല. ഇത്രയും നമ്മൾ വളരുമെന്നൊന്നും പ്രതീക്ഷിക്കാത്ത കാലത്ത് ത്യാഗസഹിച്ച് ലജ്ജിക്കാതെ യേശുവിനെ പ്രസംഗിച്ച ഒരു തലമുറയുടെ പിന്മുറക്കാരാണ് നമ്മൾ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുറപ്പിക്കട്ടെ, നമുക്ക് വേണം ലജ്ജ കൂടാതെ യേശുവിനെ പ്രസംഗിക്കുന്ന ആളുകൾ. ഞാൻ വിശേഷിച്ച് ഇവിടെ ധാരാളം കുഞ്ഞുങ്ങളെ കാണുന്നു, ചെറുപ്പക്കാരെ കാണുന്നു. നമുക്കിവിടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദൈവദാസന്മാരൊക്കെ തലമുറകളെ പഠിപ്പിച്ചു സുവിശേഷം പ്രസംഗിക്കാൻ, യേശുവിൻ്റെ സാക്ഷികളാക്കാൻ. ഞാൻ ആദ്യം ഓർപ്പിച്ച വേദനാജനകമായ ആ വാർത്ത മനസ്സിൽ കിടക്കട്ടെ. നമുക്കിന്ന് അംഗസംഖ്യ കുറയുന്നു. ചർച്ചകളിൽ ഓർഗാനിക് ഗ്രോത്ത് മാത്രമാകുന്നു, ബയോളജിക്കൽ ഗ്രോത്ത് മാത്രമാകുന്നു. അതിനപ്പുറത്തേക്ക് ദൗത്യ നിർവ്വഹണത്തിന് കഴിയുന്ന പുത്തൻ തലമുറ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അധ്യാപകരോ എഞ്ചിനീയറോ IAS ആരുമാകട്ടെ, ഒന്നാം സ്ഥാനത്ത് എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, ബാക്കി ഏത് ജോലിയും അതിന് താഴെ മാത്രം. ഒന്നാം സ്ഥാനത്ത് എനിക്ക് യേശുവിനെ സാക്ഷിക്കണം, ബാക്കി ഏതൊരു കർത്തവ്യവും അതിന് താഴെ മാത്രം എന്ന ചിന്താശേഷി ഭരിക്കുന്ന തലമുറ നമുക്ക് എഴുന്നേൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിങ്ങളിൽ പലരും പ്രാർത്ഥിക്കാൻ വരും ഞങ്ങളുടെ അരികിൽ. കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തായി ഭാവി? പറ. നല്ല ജോലിയാണോ? വിദേശത്ത് പോകുന്നതാണോ? നല്ല സാമ്പത്തികമുള്ള തറവാട്ടിൽ പെൺകുട്ടി വിവാഹം കഴിച്ചയക്കുന്നതാണോ?
ഇതൊന്നും ഭാവിയല്ലെന്ന് എനിക്ക് അഭിപ്രായമില്ല. എനിക്കും പെൺമക്കളും ഒക്കെ ഉള്ള ആളാണ്. ഇതൊക്കെ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ എത്ര പേർ പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞ് വിവാഹം കഴിക്കുന്ന ആളുടെ ഒന്നാമത്തെ യോഗ്യത ആത്യന്തിക യോഗ്യത അവൻ യേശുവുള്ളവനായിരിക്കണം. അവൻ നിത്യതയെ കാക്ഷിക്കുന്നവനാകണം, പ്രത്യാശയുള്ളവനാകണം. ബാക്കിയൊക്കെ അതിന് താഴെയാ പ്രിയപ്പെട്ടവരെ. ഇന്ന് മറ്റു പലതുമുണ്ട്. പക്ഷേ യേശുവില്ലാത്ത നിരർത്ഥക കുടുംബജീവിതം നയിച്ച് പലരും പെരുവഴി ഓരത്ത് പട്ടുപോകുമ്പോൾ തലമുറയ്ക്ക് വേണ്ടി ഉണർവോടെ പ്രാർത്ഥിച്ചട്ടെ. നമുക്ക് വേണ്ടത് നശിച്ചു പോകുന്ന ഒരു യൂദാസ് മക്കാബിയോസിനെയല്ല, പേരും പെരുമയും കൊണ്ട് ഒറ്റയടിക്ക് തകർന്നു പോകുന്ന ആന്റിയോക്കസിനെയല്ല. അവസാന ശ്വാസത്തിലും തല പോകേണ്ടി വരുമ്പോഴും യേശുവിന് വേണ്ടി നിവരെ നിന്ന ഒരു സ്നാപകൻ വിളിച്ചു പറയുക, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു. യേശുവിനെ ഉയർത്തുന്ന അവൻ വളരേണം, ഞാൻ കുറയണം എന്ന മാനസികാവസ്ഥയിൽ സ്വയം ചുരുങ്ങുന്ന സ്നാപകനെ നമ്മൾ കണ്ടു. നമുക്കും ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശക്തി ചൈതന്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എല്ലാ കണ്ണുകളും അടച്ചട്ടെ, ഹൃദയങ്ങളെ കാക്കട്ടെ. ആത്മഹാദൈവത്തിൻ്റെ മുമ്പിൽ, കേട്ട വചനത്തിൻ്റെ മുമ്പിൽ ഒരു സ്വയപരിശോധനയ്ക്ക് എത്ര പേർക്ക് സാധിക്കും? ഈ ദൈവം എത്ര നല്ലവൻ, അവിടുന്ന് എത്ര മഹാ. നാഥ, ആജീവനാന്തം നിന്നെ സാക്ഷിക്കണം, അവസാന നിമിഷം വരെ നിന്നെ സാക്ഷിക്കണം. പ്രാണൻ പിടയുമ്പോഴും വെള്ളം ചോദിച്ചു മരിക്കുന്നതിനേക്കാൾ നീയാണ് രക്ഷകനെന്ന് ഉലകത്തോട് പറയണം. നീയാണ് രക്ഷകനെന്ന് ഉലകത്തോട് ബോധ്യപ്പെടുത്തണം. തലമുറയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ സംഭാവനയായി